ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ അത്ഭുതങ്ങളുടെ കലവറകളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ഉമ്മമാര്, സഹോദരങ്ങൾ, പഠിച്ചുകൊള്ളുക. നോമ്പ് തുറക്കുന്ന സമയത്തൊരു പെണ്ണിതുപോലെ ചെയ്തു പോയാൽ ആ പെണ്ണിന് അല്ലാഹു തആല കൊടുക്കുന്ന പവർ അറിയുമോ? ആ പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന സന്തോഷം അറിയുമോ? പെങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങളാണ്, എപ്പോഴും സങ്കടങ്ങളാണ്, എപ്പോഴും ദുഃഖങ്ങളാണ്. ഭർത്താവ് ഇറങ്ങിപ്പോയിട്ട് തീരെ കച്ചവടമില്ല. തന്റെ ഭർത്താവ് പോയിട്ട് പ്രവാസിയായിരുന്നു, പക്ഷേ കഷ്ടത്തിലാ. ഉണ്ടായിരുന്ന വസ്തു പോയി, വീട് പോലും ലോൺ എടുത്തുകൊണ്ട് വല്ലാത്ത സങ്കടത്തിലാ. പ്രയാസവും പരിവട്ടവുമായിട്ട് കടന്നുകൂടുന്നുവെന്ന് പറഞ്ഞിട്ട് പരാതി പറയുന്ന ഉമ്മമാരെ, നിങ്ങൾക്കൊന്ന് മനസ്സ് കൊടുക്കാൻ പറ്റോ? നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് സമയത്തൊരു നല്ല നീയത്ത് കൽബിൽ കരുതുമോ? അല്ലാ, ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിന്റെ പരിശുദ്ധമായ നോമ്പ് നോറ്റ് ക്ഷീണിച്ചിരിക്കുന്നവർക്കാണ്. അതിലെന്റെ ഉപ്പയുണ്ട് റബ്ബേ, എന്റെ ഉമ്മയുണ്ട് റബ്ബേ, എന്റെ കൂടപ്പിറപ്പുകളുണ്ട് റബ്ബേ, എന്റെ സഹോദരങ്ങളുണ്ട് പടച്ചവനെ. ഞാൻ ഒരു നോമ്പുകാരിയാണ്. ആ ഒരു ക്ഷീണമൊന്ന് മാറുന്നതിന് മുമ്പ് നല്ലതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി, വെള്ളമുണ്ടാക്കി ടേബിളിന്റെ പുറത്ത് കൊണ്ടുവെക്കുന്നവളാ. എന്റെ മനസ്സിൽ ഒരു നീയത്ത് ഉണ്ട് റബ്ബേ. ഇങ്ങനൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എന്റെ കടമൊന്ന് മാറണം അല്ലാ. ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴും എന്റെ കടമൊന്ന് മാറണം, എന്റെ പ്രയാസമൊന്ന് മാറണം, എന്റെ ദുഃഖമൊന്ന് മാറണം. അതിനു വേണ്ടിയിട്ടാണ് തമ്പുരാനെ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു പെണ്ണ്, ഏതൊരുമ്മ ആ ഒരു സമയത്ത് എന്തു നീയത്ത് കൽബിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നോ അത് റബ്ബിന് ഇഷ്ടമാണ്. അത് അല്ലാഹു തട്ടിക്കളയൂല. ഇതുപോലൊരു പെണ്ണ് കടന്നു പോവുകയാണ്. വീടിന്റെ അകത്തട്ടിൽ മുഴുവനും സങ്കടമാണ്, പ്രയാസമാ. മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ നയിൽ നദി വോളഞ്ഞോടി പാഞ്ഞ് കളിക്കുന്ന നഫീസത്തു ബീവിയുടെ നാട്ടിലെ കിസ പറഞ്ഞിടട്ടെ ഞാൻ. പൊന്നു വിളയുന്ന മിസറന്ന നാട്ടിലുള്ള വീട്ടിലെ, മിസറന്ന നാട്ടിലുള്ള വീട്ടിലെ നയിൽ നദി വോളഞ്ഞോടി പാഞ്ഞ് കളിക്കുന്ന നഫീസത്തു ബീവിയുടെ നാട്ടിലെ കിസ പറഞ്ഞിടട്ടെ ഞാൻ. പൊന്നു വിളയുന്ന മിസറന്ന നാട്ടിലുള്ള വീട്ടിലെ, മിസറന്ന നാട്ടിലുള്ള വീട്ടിലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പെണ്ണ് കടന്നു വന്നിട്ട് പറയാ, നഫീസ, എന്റെ ഭർത്താവ് നല്ല കച്ചവടം ചെയ്തിരുന്നവനാ, നല്ലതുപോലെ ജോലിക്ക് പോയിരുന്നവനാണ്. ദിവസങ്ങളായി നഫീസ ഈ വീട് മുഴുവനും പട്ടിണിയാണ്, സങ്കടമാണ്, പരിവട്ടമാണ്. വല്ലാത്ത പ്രയാസത്തിന്റെ വഴിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നഫീസ, എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാൻ, എന്റെ സങ്കടങ്ങൾ മാറാൻ നിങ്ങൾ എനിക്കൊരു വഴിയൊന്ന് പഠിപ്പിക്കുമോ എന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, മോളെ, ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഇതുപോലത്തെ ഒരു മാസം കിട്ടിയിട്ട് ഞാൻ എന്ത് പറയാനാ? എന്നാലും ഇൻഷാ അല്ലാഹ് പറഞ്ഞ മനസ്സോടെ കടന്നു വരിക. എപ്പോഴാണ് നീ മറ്റുള്ളവർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും നിന്റെ സഹോദരങ്ങൾക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ നോമ്പ് തുറക്കാൻ നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോ, എന്റെ പെങ്ങളെ, അവിടന്ന് നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു കൊടുത്തത്, നീ എവിടന്ന് മനസ്സുകൊണ്ട് നിന്റെ കൽബിൽ എന്ത് ആഗ്രഹം വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് അല്ലാഹു തട്ടിക്കളയൂല്ല, അത് അല്ലാഹു സ്വീകരിക്കാതെ മടക്കൂല്ല. നിന്റെ ആഗ്രഹത്തെ അറിഞ്ഞിട്ട് അല്ലാഹു പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ
ഈ പെണ്ണ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ടൊന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. തന്റെ ഭർത്താവ് പറഞ്ഞു, ഇന്ന് ഒരാൾ കൂടെ അതിഥിയായിട്ട് വരും, രണ്ടുപേർക്കും ഭക്ഷണം ഉണ്ടാക്കാം. നേരത്ത് പെണ്ണ് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തു, പടച്ചവനേ, ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവൻ പാവമാണ് റബ്ബേ. പെങ്ങളെ, നിങ്ങൾക്ക് പറയാ കച്ചവടമില്ലാത്തവനാ, പ്രവാസിയാണെങ്കിലും മെച്ചമില്ലാത്തവനാ, പാവം ഇങ്ങനെ ഓട്ടോറിക്ഷയോട് നടക്കുകയാ, ഒരു നിവർത്തിയും ഇല്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞു നീറുന്ന മനസ്സോടെ നിങ്ങളും ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ ഖായിബാക്കൂല, അല്ലാഹു തട്ടൂല. ഈ പെണ്ണങ്ങനെ നിറഞ്ഞ മനസ്സോടെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ ദിവസങ്ങൾ കഴിഞ്ഞു. റമളാൻ കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസം തന്റെ ഭർത്താവ് കടന്നു വന്നിട്ട് പറയാ, വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്റു യാ അല്ലാഹ്. പെണ്ണെ, എന്റെ കച്ചവടത്തിന്റെ ലാഭം എന്ന് ഇരട്ടിയാ. എന്ത് പറ്റിയെന്നറിയുന്നില്ലല്ലോ. അല്ലാഹു എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ തിരിച്ചു നല്ല ഖൈറായതിനെ തന്നു. മോളെ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായതിന് അല്ലാഹു എനിക്ക് തന്നു. അൽഹംദുലില്ലാ. പെണ്ണൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസം തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറക്കാൻ വരുമ്പോ ഒരാളെ കൂടെ കൂട്ടുമോ? അങ്ങനെ കൂടെ കൊണ്ടുവന്നപ്പോ പെണ്ണ് ദുആ ചെയ്തു, അല്ലാഹുവേ, ഇന്ന് ഞാൻ ആർക്കാണ് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുക്കുന്നത്, അതിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഭർത്താവിന് വീണ്ടും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ പെണ്ണ് കൊടുത്തു. പിറ്റേ ദിവസവും ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, എന്ത് പറ്റിയെന്നറിയില്ല പെണ്ണേ, അല്ലാഹു നല്ല ലാഭം തന്നിരിക്കുകയാ. ഇത്രയും ദിവസം കച്ചവടങ്ങൾ ഇല്ലെങ്കിൽ എന്താ, പ്രയാസമാണെങ്കിൽ എന്താ, അല്ലാഹു ഇപ്പോഴെന്റെ സങ്കടവും എന്റെ ദുഃഖവും എന്റെ രോഗവുമല്ല അല്ലാഹു മാറ്റിമോളേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുവെങ്കിൽ എന്റെ പെങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുമല്ലോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നു പോകാതെ, ഭക്ഷണം വെക്കുമ്പോ പുറപുറുക്കാതെ, സംസാരിക്കാതെ, ആ മനസ്സിൽ നല്ല നീയത്ത് വെച്ചുകൊണ്ട് റബ്ബിന് വേണ്ടിയിട്ട്, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരുങ്ങിയാൽ അൽഹംദുലില്ലാ, അല്ലാഹു നിങ്ങളെ കൈവിടൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ എത്ര ക്ഷീണം വന്നാലും എനിക്കൊരു പരാതിയില്ല. ഉമ്മമാരെ, ചുട്ടുപടുത്ത് കിടക്കുന്ന ഭൂമിയാണെന്ന് അല്ലാഹു വേഗന ലോകത്തുനിന്ന് സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ചൂട്, അസഹ്യമായ വെയിലാണ് കടന്നു വരുന്നത്. ആ ക്ഷീണമൊക്കെ ഒരു മനുഷ്യന് വന്നാലും ഇത് വല്ലാത്തൊരു ക്ഷീണമായി പോയല്ല റബ്ബേ എന്ന് പറയുന്നതിന് പകരം, അല്ലാ, നിനക്ക് വേണ്ടി ആ ക്ഷീണമൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴാണ് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം എന്റെ പെങ്ങളെ നമുക്ക് ലഭിക്കുന്നത്. എത്ര ചൂടാണെങ്കിലും, എത്ര സമയമില്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് മുഴുവനും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ സൗകര്യങ്ങൾ എന്റെ ഉമ്മമാര് ഒരുക്കണം. അതുകൊണ്ട് അല്ലാഹ്, പ്രതിഫലം ലഭിക്കുന്നവരിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ആരാ പറയുന്നത്? മഹദിയായ ബീവി ഫാത്തിമ, സുരലോക സൂപർഗത്തിൽ സുഗന്ധ റാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ് അഗമിയിൽ മികൈന്തുള്ളേ സുറുമക്കൻ കനിയാളെ സുരബില സുരറാണി ഫാത്തിമ റളിയല്ലാഹ് സുരലോക സുബർഗത്തിൽ സുഗന്ധപ്പൂ റാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ്.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമയം, ആ സമയം നിങ്ങൾ എന്ത് വേണം? നല്ല മനസ്സോടെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങൾ കൊടുത്തുപോയാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകൾ നിങ്ങൾ കൊടുത്തുപോയാൽ, അൽഹംദുലില്ലാഹ്, അത് വല്ലാത്ത അത്ഭുതമാണ്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി നന്മകൾ ചെയ്യുക, അതിനുവേണ്ടി സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാം. അതല്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നന്മയായ മാസം പെങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. ഏത് പ്രയാസങ്ങൾ മാറാനും ഏത് സങ്കടങ്ങൾ മാറാനും അല്ലാഹുവേ മനസ്സറിഞ്ഞ് ദുആ ചെയ്തോ. സഹോദരിമാരെ, ദുആ ചെയ്തോ. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പറയുമ്പോ നിറഞ്ഞ മനസ്സോടെ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയില്ല, അല്ലാഹു തട്ടിക്കളയില്ല. അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിനോട് ചോദിച്ചു നോക്ക്, റബ്ബ് നിങ്ങളെ കൈവിടൂല. അതുകൊണ്ട് ആ അത്ഭുതങ്ങളിലൂടെ നമ്മൾ അള്ളാഹു തരുമ്പോ അതിന്റെ ഇടയിലൂടെ നമ്മൾ നടക്കാൻ ഒരുങ്ങണം. അത്ഭുതങ്ങളിലൂടെ അതിന്റെ ഇടയിലൂടെ നമ്മൾ നടക്കാൻ ഒരുങ്ങണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ആ സമയമാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. അല്ലാഹുവിലേക്ക് കരയുകയാണ്. ഫബക്കാ, നിറഞ്ഞ മനസ്സോടെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആരന്നാൽ അല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല, അല്ലാഹു നമ്മളെ ഖായിബാക്കൂല, അല്ലാഹു നമ്മളെ ഇല്ലാണ്ടാക്കൂല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സ് കൊടുക്കുമോ? ഇലല്ലാഹ്, മടി കാണിക്കരുതേ. എന്തിനാണ് നമ്മൾ എത്രയോ നേരം വർത്തമാനം പറഞ്ഞ് കാത്തിരിക്കുന്നവരാണ്. മക്കളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, സഹോദരങ്ങളോട്, വഴിയോരത്ത് വർത്തമാനം കഴിയുന്നവർ, പറയുന്നവർ, വീടിന്റെ ഉള്ളിൽ നോമ്പല്ലേ, ജോലിയൊക്കെ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടുകാരും അയൽവാസികളുമൊത്ത് കഥകൾ പറയുന്ന പെങ്ങളെ, നിങ്ങൾക്കൊന്ന് മനസ്സ് കൊടുത്ത് നിങ്ങളുടെ മുസല്ല വിരിച്ച് വീടിന്റെ അകത്തട്ടില് ആരന്റെ കരങ്ങൾ ഉയർത്തി ദ്വാരന്നാൽ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അല്ലാഹു നിങ്ങളെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിരിക്കാൻ, ആ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഈ സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ മുഅ്മിനെ ചോദിക്കുന്നത്? പിന്നെ ആരാണ് റബ്ബേ? പിന്നെ ആരാണ് പറയുന്നത്? പിന്നെ ആരാണ് മുന്നോട്ട് കടന്നു പോകുന്നത്? അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങാവൊരുങ്ങണം. അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സ് കൊടുക്കണം, നമ്മുടെ ഖൽബ് കൊടുക്കണം, നമ്മുടെ ശരീരങ്ങൾ കൊടുക്കണം, നമ്മുടെ സമയങ്ങൾ കണ്ടെത്തണം. അള്ളാഹിനോട് ചോദിക്കും, പെങ്ങൾ, എന്തിനാ നമ്മള് കഷ്ടപ്പാടില്ലാത്തവരില്ല, സങ്കടങ്ങളില്ലാത്തവരില്ല, ദുഃഖങ്ങളില്ലാത്തവരില്ല, വേവലാതികളില്ലാത്തവരില്ല? അള്ളാഹിലേക്ക് ചോദിക്കും. അള്ളാഹ് നമ്മളെ തട്ടിക്കളയില്ല, ഇല്ലേ? ഒരാൾ നമ്മളെ ചതിക്കൂല, ഒരാൾ നമ്മളെ വഞ്ചിക്കൂല. എന്ത് വേണം? ഈ സമയങ്ങളിലൊക്കെ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് നിന്റെ ദുആ അത് വല്ലാത്ത അത്ഭുതമാണ്. അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു സന്തോഷം തരട്ടെ. ഇലാ ഹളറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്,
പരിശുദ്ധമായ ദിരിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ. അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഇട്ടവരുണ്ട്, അതുപോലെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ, ഉമ്മയുടെ, ബാപ്പയുടെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. വേദനകളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മനസ്സറിഞ്ഞുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തോട് എഴുതി വിടുന്നുണ്ടോ, കരുണക്കടലായ റബ്ബേ, നീ കാണുന്നവനാണല്ലോ അല്ലാ. അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ. വേദനകൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, വേദനകളും വിഷമങ്ങളല്ല നീ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹു സന്തോഷം തരട്ടെ. പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാര്, പെങ്ങന്മാര് ഈ കമന്റ് ബോക്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതിയല്ലോ. അത് അറിയുന്ന നാഥാ, അതനുസരിച്ചുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും കൊടുക്കല്ല അല്ലാ. മക്കളുടെ കഥ പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ കഥ പറഞ്ഞവരുണ്ട്, കൂടപ്പിറപ്പിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, അതുപോലെ പല കടത്തിന്റെ കെണിയിൽ പെട്ടുപോയി നൊമ്പരത്തോടെ കഴിയുന്നവരുണ്ട്. റഹ്മാനായ അല്ലാ, എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ സംഗമിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ, പാഴാക്കല്ല റബ്ബേ, പാഴാക്കല്ല പടച്ചവനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.